ഹെൽത്ത് ഇൻഷുറൻസ് എനിക്ക് വേണ്ട എന്ന് പല ആളുകളും പറയാറുണ്ട്. പലപ്പോഴും പലരോട് സംസാരിക്കുമ്പോൾ ചില ആളുകളെങ്കിലും പറയാറുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് എനിക്ക് വേണ്ട. എന്തായിരിക്കും അവർ പറയുന്നതിൻ്റെ കാരണം? ഹെൽത്ത് ഇൻഷുറൻസ് വേണ്ട എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? നമുക്കതൊന്ന് പരിശോധിക്കാം. മൈ നെയിം ഈസ് ജിജു എബ്രാഹിം. യു ആർ വാച്ചിങ് മൈ ചാനൽ ഫോർച്യൂൺ വിത്ത് ജിജു. പലരും പറയാറുണ്ട് ഞാൻ വളരെ ഹെൽത്തിയാണ്, എനിക്കിപ്പോൾ 45 വയസ്സായി, എനിക്ക് ഇതുവരെ അസുഖമൊന്നും വന്നിട്ടില്ല, ഞാൻ ഇതുവരെ ആശുപത്രിയിലൊന്നും കിടന്നിട്ടില്ല, അപ്പോൾ എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ആവശ്യം എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. മറ്റു ചില ആൾക്കാർ പറയും എനിക്ക് ബാങ്കിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസ് ഉണ്ട്, ബാങ്ക് മാനേജർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഇൻഷുറൻസ് ഉണ്ടെന്ന് പറയുന്ന ആളുകളുണ്ട്. പിന്നെ ക്രെഡിറ്റ് കാർഡ് വഴി ഫ്രീ ആയിട്ടൊരു ഇൻഷുറൻസ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്ന ആളുകളുണ്ട്. മറ്റു ചിലർ പറയും എൻ്റെ മകൻ ഇന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണ്, അപ്പോൾ അവരുടെ ഗ്രൂപ്പ് ഇൻഷുറൻസിൻ്റെ ഭാഗമായിട്ട് മകനും മകൻ്റെ ഫാമിലിക്കും പേരൻസിനും ഒക്കെ കൂടി ഒരു കവറേജ് ഉണ്ട്. ഇതൊക്കെ ഭയങ്കര ഭയങ്കര പ്രൗഢിയോടുകൂടിയൊക്കെ ആൾക്കാർ പറയാറുണ്ട്. മറ്റു ചിലർ പറയുന്നു ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും സ്കീമുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എനിക്ക് ഇൻഷുറൻസ് ഉണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ പല കാരണങ്ങൾ കൊണ്ട് മറ്റൊരു പേഴ്സണലി ഒരു ഇൻഷുറൻസ് എടുക്കുന്നതിൽ നിന്ന് പല ആൾക്കാരും മാറി നിൽക്കാറുണ്ട്. പക്ഷേ ഒന്ന് വിശദമായിട്ട് നമ്മൾ പരിശോധിച്ചാൽ ഈ പറയുന്ന രീതിയിലുള്ളൊക്കെ ഇൻഷുറൻസുകളൊക്കെ പ്രോപ്പറായിട്ട് യൂസ്ഫുൾ ആവുമോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യത്തെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ഇതുവരെ എനിക്ക് അസുഖങ്ങളൊന്നും വന്നിട്ടില്ല. പല ആൾക്കാരും പറയാറുള്ള എനിക്ക് അസുഖങ്ങളൊന്നും വന്നിട്ടില്ല, ഞാൻ വളരെ ഹെൽത്തിയാണ്, ഞാൻ ആശുപത്രിയിൽ പോയിട്ടില്ല. അല്ലെങ്കിൽ എൻ്റെ ഫാദർ 70 വയസ്സായി, ഇതുവരെ ആശുപത്രിയിൽ പോയിട്ടില്ല. എൻ്റെ ഗ്രാൻഡ് ഫാദർ 90 വയസ്സ് വരെ ഒരു അസുഖം കൂടാതെ ജീവിച്ചു. ഞാൻ നന്നായിട്ട് എക്സർസൈസൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് അസുഖമൊന്നും വരത്തില്ല. അസുഖം വരാതിരിക്കുന്നത് നല്ലത് തന്നെ. പക്ഷെ നമുക്ക് എപ്പോഴും അസുഖം വരത്തില്ല എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പല അനുഭവങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും, പല ആളുകൾക്കും ഒരു കുഴപ്പമില്ലാത്ത വളരെ ആരോഗ്യവാന്മാരായിട്ടിരിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഒരു അസുഖം വന്നതായിട്ടൊക്കെ നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള പകർച്ചവ്യാധികൾ, ഇപ്പോൾ കോവിഡ് തന്നെ നമ്മൾ വന്ന് നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ഇതുവരെ ചിന്തിക്കാത്ത ഒരു രീതിയിലുള്ള മഹാമാരി പോലെ ഒരു കോവിഡ് പോലൊരു അസുഖം വരുന്നു. അങ്ങനെ ആക്സിഡൻറ്റുകൾ നമുക്ക് സംഭവിക്കാം. അസുഖങ്ങൾ മാത്രമല്ല, ആക്സിഡൻറ്റുകൾ സംഭവിക്കാം. ആക്സിഡൻറ്റ് സംഭവിച്ചാലൊക്കെ നമ്മുടെ കയ്യിൽ നിന്നുണ്ടാകുന്ന എക്സ്പെൻസുകൾ ഭയങ്കര കൂടുതലായിരിക്കും, നമുക്ക് പ്രതീക്ഷിക്കപ്പെടുന്നതായിരിക്കും. നമ്മൾ ഈ ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് മറ്റ് തരത്തിലുള്ള ചിലവുകളൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ആ ചിലവുകൾ വേണമെങ്കിൽ നമുക്ക് വേണ്ടെന്ന് വയ്ക്കാം, ഒഴിവാക്കി വിടാം. പക്ഷേ ആരോഗ്യ പ്രശ്നം വന്നാൽ അല്ലെങ്കിൽ ആശുപത്രിയിൽ കിടക്കേണ്ടതായിട്ടൊരു കാര്യം വന്നാൽ, നമുക്കൊരു അസുഖം വന്നാൽ നമുക്ക് എന്തായാലും അത് ചികിത്സിച്ചിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമുക്ക് സപ്പോസ് ഇപ്പോൾ നമ്മുടെ വീടിനൊന്ന് മോഡിഫിക്കേഷൻ ചെയ്യണം, വീടൊന്ന് റിനോവേറ്റ് ചെയ്യേണ്ട സമയം വന്നു, നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിൽ നമുക്കത് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ കടം മേടിച്ച് ചെയ്യും. പക്ഷേ ഇവിടെ ഒരു ഹെൽത്ത് ഇഷ്യൂസാണ് വരണമെങ്കിൽ നമ്മൾ അറ്റ് എനി കോസ്റ്റ് നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് എപ്പോഴും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇനി ഈ ബാങ്കുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും ബാങ്കുകളുടെ ഒരു പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബാങ്കിങ് ബിസിനസ് ചെയ്യാമെന്നുള്ളതാണ്. ശരിക്കും ബാങ്കുകൾ ശരിക്കും പല കമ്പനികളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. അതായത് അവരുടെ ഒരു ക്രോസ് സെല്ലിംഗ് പ്രോഡക്റ്റാണ് ഇൻഷുറൻസ് മാർക്കറ്റിംഗ് ചെയ്യാന്നുള്ളത്. അവരുടെ അവൈലബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അവരുടെ ഡേറ്റാബേസ് അവരുടെ ഉണ്ട്. അപ്പോൾ ആ ഡേറ്റാബേസ് അവർ ഇൻഷുറൻസ് മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബാങ്കുകൾ പലപ്പോഴും അങ്ങനെ പല പ്രോഡക്റ്റുകളും ക്രോസ് സെല്ലിംഗ് ചെയ്യാറുണ്ട്. പ്രൈമറി ഫംഗ്ഷൻ മാറ്റിയിട്ട് അവർ ഈ പറയുന്ന പല ക്രോസ് സെല്ലിംഗ് പ്രോഡക്റ്റുകളായിട്ട് ഇൻഷുറൻസിനെ അവർ വയ്ക്കാറുണ്ട്. അപ്പോൾ ബാങ്കുകളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കൊടുക്കുക, അവരുടെ കസ്റ്റമേഴ്സിന് ഇൻഷുറൻസ് കൊടുക്കുക. അവർക്ക് ഈസി ആക്സസിബിൾ ആണ്. ഈ കുറേ കസ്റ്റമേഴ്സിന് അവർക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ അവർക്ക് ഇൻഷുറൻസ് സെല്ല് ചെയ്യാന്നുള്ള. പക്ഷേ നമുക്കൊരു സർവീസ് ആവശ്യമായിട്ട് വരുമ്പോൾ പ്രോപ്പറായിട്ട് ചിലപ്പോൾ ഒരു സർവീസ് അവിടെ നിന്ന് കിട്ടണമെന്നില്ല. അപ്പോൾ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസ്, പിന്നെ മാത്രമല്ല ഈ ബാങ്കുകൾക്ക് ഓരോ കാലഘട്ടത്തിലും ഓരോ ഇൻഷുറൻസ് കമ്പനിയായിട്ടായിരിക്കും ഒരു ടൈപ്പ് ഉള്ളത്. ഇന്ന് ഒരു പർട്ടിക്കുലർ കമ്പനിയായിട്ടാണ് ടൈപ്പെങ്കിൽ 1-2 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ അവർ ആ ടൈപ്പ് മാറ്റി വേറൊരു കമ്പനിയായിട്ട് ടൈപ്പ് ഉണ്ടാവും. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ ആദ്യത്തെ കമ്പനിയിൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവാം, പുതിയൊരു കമ്പനിയിലോട്ട് മാറുമ്പോൾ ആ പുതിയ കമ്പനിയുടെ നിയമങ്ങൾ നമുക്ക് അക്സെപ്റ്റബിൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ അതിൻ്റെ സർവീസ് പ്രോബ്ലം ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ ഒരു കണ്ടിന്യൂറ്റി ഇല്ലാതെ പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ബാങ്കിൻ്റെ ഇൻഷുറൻസിനുള്ള, ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന ഇൻഷുറൻസിനുള്ള പോരായ്മ അതാണ്. പിന്നെ ഈ പറയുന്ന സർവീസിൻ്റെ കേസ് വരുമ്പോഴും പലപ്പോഴും ബാങ്ക് മാനേജേഴ്സും അവിടുത്തെ ബാങ്കിലെ മറ്റ് സ്റ്റാഫുകളൊക്കെ 2-3 വർഷം കഴിയുമ്പോഴൊക്കെ മാറിയിട്ട് സ്ഥലം മാറ്റം വന്നു പോകാം. അപ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ RM ഉണ്ടെങ്കിൽ അവർ കുറച്ച് നാൾ കഴിയുമ്പോൾ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാം. അപ്പോൾ ബാങ്കിൻ്റെ ഇൻഷുറൻസിന് അങ്ങനെ ഒരു പോരായ്മയുണ്ട്. മറ്റു ചിലർ പറയും ക്രെഡിറ്റ് കാർഡ് വഴിയൊക്കെ നമുക്ക് ഇൻഷുറൻസ് കിട്ടിയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് വഴിയൊക്കെ ഇൻഷുറൻസ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത് എത്ര രൂപ, പല ആളുകൾക്കും എത്ര രൂപയുടെ ഇൻഷുറൻസ് ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ക്രെഡിറ്റ് കാർഡ് വഴി കിട്ടിയിട്ടുണ്ട്, പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നമ്മൾ എവിടെ കോൺടാക്ട് ചെയ്യണം? അവരുടെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യേണ്ടി വരും. കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്തിട്ടൊക്കെ നമുക്കൊരു സർവീസ് കിട്ടാനോ അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസിനെ കുറിച്ച് അറിയാനോ നമുക്ക് എത്രമാത്രം സാധിക്കും എന്നുള്ളത് സാധാരണ എല്ലാവർക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. പിന്നെ മറ്റൊരു കൂട്ടർ പറയുന്നതാണ്
എംപ്ലോയർ ഇൻഷുറൻസ് ഉണ്ട്, അതായത് ഗ്രൂപ്പ് ഇൻഷുറൻസ്. ഒരു കമ്പനിയിൽ ഒരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, അപ്പോൾ അവരുടെ എംപ്ലോയർ അവർക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസിൻ്റെ പാർട്ടായിട്ട് ഇവർക്ക് ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ട്. അവർക്കും അവരുടെ ഫാമിലിക്കും അവരുടെ പേരൻസിനും ഒക്കെ ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ എംപ്ലോയർ ഇൻഷുറൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ആ എംപ്ലോയറാണ് തീരുമാനിക്കുന്നത് എത്ര ഇൻഷുറൻസ് കവറേജ്. മിക്കവാറും കേസിൽ അങ്ങനെയാണ്, എംപ്ലോയറാണ് തീരുമാനിക്കുന്നത് എത്ര രൂപയുടെ ഇൻഷുറൻസാണ് ഇവർക്ക് കൊടുക്കേണ്ടത്, ഇവരുടെ ഫാമിലിനെ കവർ ചെയ്യണോ അല്ലെങ്കിൽ അവരുടെ പേരൻസിനെ കവർ ചെയ്യണോ, ഇതൊക്കെ തീരുമാനിക്കുന്നത് എംപ്ലോയറാണ്. അതിൽ എത്ര സം അഷ്യൂർഡ് വേണം, എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ എംപ്ലോയറാണ്. അപ്പോൾ അവിടെ ഒരു എംപ്ലോയിക്ക് എംപ്ലോയർ ഒരു പക്ഷേ 5 ലക്ഷം രൂപയുടെ കവറേജ് ആയിരിക്കും കൊടുക്കുന്നത് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട്. പക്ഷേ എംപ്ലോയിക്ക് നമുക്ക് ഒരു പക്ഷേ 10 ലക്ഷത്തിൻ്റെ കവറേജ് വേണമെന്ന് ആഗ്രഹം ഉണ്ടാവാം. പക്ഷേ മിക്കവാറും സമയങ്ങളിൽ അങ്ങനെ ഉള്ളവർക്ക് എക്സ്ട്രാ ഒരു കവറേജ് എടുക്കാനുള്ള സാധ്യത വളരെ ചുരുക്കം മാത്രമേ കിട്ടുക. ചില കേസിൽ അങ്ങനെ വരാറുണ്ട്, അവർക്ക് അഡീഷണലായിട്ട് വേണ്ടവർക്ക് അഡീഷണൽ ഇൻഷുറൻസ് എടുക്കാനുള്ള സംവിധാനം ഉണ്ടാവാറുണ്ട്. പക്ഷേ പലപ്പോഴും ഇവിടെ നിയമങ്ങൾ തീരുമാനിക്കുന്നത് ആ എംപ്ലോയറാണ്. അപ്പോൾ സ്പെസിഫിക്കായിട്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവിടെ നേടിയെടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ എംപ്ലോയർ ഇൻഷുറൻസിൻ്റെ ഒരു പ്രത്യേകത ഇത് തന്നെയാണ്. പിന്നെ മാത്രമല്ല, അതൊരു ഗ്രൂപ്പ് ഇൻഷുറൻസിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ കുറേ മെറിറ്റ്സ് ഉണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് കുറേ ആഡഡ് അഡ്വാൻറ്റേജ് ഒക്കെ നമുക്ക് ടൈലർ മെയ്ഡ് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. നമുക്ക് ഈ പറയുന്ന ഇൻഷുറൻസിൻ്റെ ആവശ്യമുള്ള സർവീസും ഒക്കെ കൂടുതൽ കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ അതിനൊക്കെ അഡീഷണൽ പ്രീമിയം കൊടുക്കണം. മാത്രമല്ല ഒരു ഗ്രൂപ്പ് ആസ് എ വോൾ എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ആർക്കെങ്കിലുമൊക്കെ ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ക്ലെയിം റേഷ്യോ കൂടുന്നതനുസരിച്ച് അടുത്ത വർഷത്തെ ഇവരുടെ പ്രീമിയം കൂടും. അപ്പോൾ ഈ ക്ലെയിം റേഷ്യോ കൂടുമ്പോൾ അടുത്ത വർഷത്തെ പ്രീമിയം കൂടും. ഒരു പക്ഷേ നമ്മളൊരു പർട്ടിക്കുലർ ആളായിരിക്കില്ല ഇൻഷുറൻസിൽ ക്ലെയിം എടുത്തിരിക്കുന്നത്, വേറെ ആ ഗ്രൂപ്പിലുള്ള വേറെ ആരെങ്കിലും ആയിരിക്കും ഇൻഷുറൻസിൽ ക്ലെയിം എടുത്തിരിക്കുന്നത്. പക്ഷേ അവരെടുത്തിരിക്കുന്ന ആ ക്ലെയിമിൻ്റെ ബാധ്യത ആ ഗ്രൂപ്പ് മൊത്തത്തിൽ ഷെയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അടുത്ത വർഷം ഒരു പക്ഷേ പ്രീമിയം കൂടിന്നിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ ഒരു പക്ഷേ എംപ്ലോയർ തീരുമാനിക്കാം പേരൻസിൻ്റെ ഇൻഷുറൻസ് അങ്ങ് കട്ട് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇൻഷുറൻസ് അങ്ങ് കട്ട് ചെയ്തേക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്ക് അവിടെ ഒരു കണ്ടിന്യൂറ്റി ഇല്ലാതെയായി പോകും. ഈ ഗ്രൂപ്പ് ഇൻഷുറൻസിൽ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ക്ലെയിം റേഷ്യോ കൂടി പ്രീമിയം കൂടുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുപോലെ കോർപ്പറേറ്റ് തീരുമാനിക്കുകയാണ് പേരൻസിനെ ഒഴിവാക്കാം അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെ ഒഴിവാക്കാം എന്നൊക്കെ തീരുമാനിച്ച് ഒരുപക്ഷെ ചിന്തിക്കാം അടുത്ത വർഷം മുതൽ എല്ലാ വർഷവും ഈ എംപ്ലോയീസിന് ഒരു 25,000 റുപ്പീസ് മെഡിക്കൽ അലവൻസ് ആയിട്ട് കൊടുത്തേക്കാം, ഇൻഷുറൻസ് വേണ്ട എന്ന് തീരുമാനിച്ചാലോ അപ്പോഴും ഇവരുടെ ഇൻഷുറൻസ് അവിടെ ബ്രേക്ക് ആവും. ഇപ്പോൾ ഇങ്ങനൊരു ഗ്രൂപ്പ് ഇൻഷുറൻസിൻ്റെ ഭാഗമായിട്ട് എടുത്തിരിക്കുന്ന ഒരു ഇൻഷുറൻസ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നോർമൽ ഒരു ഇൻഷുറൻസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലും ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസിന് നമുക്ക് പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായ രീതിയിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരാളും ഇപ്പോൾ നമുക്കറിയാം ഒരു പരിധിയിൽ കൂടുതൽ ഒരു 5 വർഷത്തിന് മേലെയൊന്നും ഒരു കമ്പനിയിൽ തികച്ച് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യത്തില്ല. 5 വർഷം കഴിയുമ്പോഴത്തേക്കും മിക്കവാറും അവിടെ നിന്ന് അടുത്ത ജോലിയിലേക്ക് മാറും. അല്ലെങ്കിൽ ഒരു പക്ഷേ കമ്പനി തന്നെ ഈ ഒരു എംപ്ലോയിനെ ചിലപ്പോൾ ഇങ്ങനെ സാക്കി ചെയ്തെന്നിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ നമ്മളൊരു പുതിയൊരു ജോലി കിട്ടുന്നവരെയുള്ള ആ ഒരു ബ്രേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇൻഷുറൻസിൻ്റെ കവറേജ് ഉണ്ടാവത്തില്ല. അല്ലെങ്കിൽ പുതിയൊരു കമ്പനിയിൽ നമ്മൾ ജോയിൻ ചെയ്താൽ തന്നെ ആ പുതിയൊരു കമ്പനിയുടെ ഇൻഷുറൻസിൻ്റെ പോളിസി അവരുടെ രീതിയിൽ വ്യത്യാസം ഉണ്ടാവാം. അപ്പം നമ്മളുടെ സ്വന്തമായിട്ടൊരു ഇൻഷുറൻസ് എപ്പോഴും ഉണ്ടാവുന്നത് ഇവിടെയൊക്കെ ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ കുറച്ച് ആളുകൾ പറയും എനിക്ക് ഗവൺമെൻറ് സ്കീമിൽ എന്തെങ്കിലുമൊക്കെ ഗവൺമെൻറ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രിവിലേജ്ഡ് കാറ്റഗറി ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ പ്രത്യേക സാമ്പത്തിക ശേഷി കുറഞ്ഞ ആളുകൾക്കൊക്കെ ഗവൺമെൻറ്റിൻ്റെ സ്കീമുകൾ അതിലൂടെ ഇൻഷുറൻസ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വകയായിട്ട് ഇൻഷുറൻസ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നമുക്ക് ഒരു ആവശ്യം വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഇൻഷുറൻസ് ആണോ, അല്ലെങ്കിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള കവറേജ് ചിലപ്പോൾ ഒരു 50,000 രൂപയുടെ ഇൻഷുറൻസ് അല്ലെങ്കിൽ 1 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. എത്ര രൂപയുടെ ഇൻഷുറൻസ് ആണെന്ന് ചിലപ്പോൾ ചിന്തിച്ചിട്ടായിരിക്കില്ല ആളുകൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു കവറേജ് ഉള്ള ഇൻഷുറൻസ് ആണോ, ഇതൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടിയിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെ പല രീതിയിലും നമ്മുടെ ഈ മറ്റ് രീതിയിലുള്ള ഇൻഷുറൻസുകൾ നമുക്ക് പലപ്പോഴും പല സമയത്തും നമുക്ക് പല സാഹചര്യത്തിലും ഉപയോഗിക്കാൻ കഴിയാതെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സിനോട് എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടായിക്കോട്ടെ, പക്ഷേ നമ്മളുടേതായ സ്വന്തം ഒരു ഇൻഷുറൻസ് ഉണ്ടാവുക എന്നുള്ളത് അത്യാവശ്യമാണ്. അപ്പോൾ ഒരു 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നമുക്ക് വേറെ ഒരിടത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്, ശരി, നമ്മളൊരു 5 ലക്ഷത്തിൻ്റെ 10 ലക്ഷത്തിൻ്റെ വേറൊരു ഇൻഷുറൻസ് കൂടി എടുത്തു, മൊത്തം 15 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഇൻഷുറൻസിൽ പ്രോപ്പറായിട്ട് തികയാതെ വരികയാണ്, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ക്ലെയിം മറ്റൊരു ഇൻഷുറൻസിൽ നിന്ന് എടുക്കാം. അപ്പോൾ നമ്മളൊരു ടോപ്പ് പോളിസി പോലെയോ അല്ലെങ്കിൽ ഇതിന് ആഡ് ഓൺ ബെനിഫിറ്റ് ആയിട്ടോ നമുക്ക് അഡീഷണലായിട്ട് നമ്മൾ പേഴ്സണലി നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസ് നമുക്ക് അങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പേഴ്സണലി നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ
വേണമെന്ന് മനസ്സിലാക്കി, നമുക്ക് എന്തൊക്കെ കവറേജ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി, ആരാണ് നമുക്ക് ഇൻഷുറൻസിന് വേണ്ടി സർവീസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി, ഇൻഷുറൻസ് കമ്പനീനെ മനസ്സിലാക്കി, ആ പ്രോഡക്റ്റിനെ മനസ്സിലാക്കിയിട്ട് നമ്മുടേതായ ഒരു പോളിസി എടുക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും അത് അറിയാനും സാധിക്കും എന്താണ് ഇതിൻ്റെ കവറേജ്. ഇത് ക്ലെയിം വന്നു കഴിഞ്ഞാൽ ആരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ഇൻഷുറൻസ് കമ്പനിയിലാണ് കോൺടാക്ട് ചെയ്തത്, ആരാണ് ഇതിൻ്റെ ഇൻഷുറൻസ് അഡ്വൈസർ, ആരാണ് ഇതിൻ്റെ ഇൻഷുറൻസ് സർവീസ് ചെയ്യുന്ന TPA, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന TPA ആരാണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ കവറേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ പറഞ്ഞ നമ്മുടെ പേഴ്സണലി ഒരു ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് സാധിക്കും. ഇതാണ് ഈ പേഴ്സണലി ഇൻഷുറൻസ് എടുക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ പല ആൾക്കാരും പറയാറുണ്ട് ഇൻഷുറൻസ് എടുക്കുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് പറയാറുണ്ട്, പലപ്പോഴും ക്ലെയിം കിട്ടത്തില്ല, ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് എടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു വെൽത്ത് പ്രൊട്ടക്ഷന് കൂടി വേണ്ടിയിട്ടാണ്. നമുക്ക് ചിലപ്പോൾ അസുഖം വന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് അസുഖം വരണമെന്നുമില്ല. പക്ഷേ നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മുടെ ഒരു വെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത്. നമ്മൾ ആ ഒരു രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസിന് വേണ്ടി കൊടുക്കുന്ന ഒരു പ്രീമിയം ഒരു കൂടിയ തുകയാണെന്ന് പറയാൻ പറ്റുന്നത്. കാരണം നമ്മൾ സപ്പോസ് ഒരു 35 വയസ്സുള്ള ആൾക്ക് 1 കോടി രൂപയുടെ ഇൻഷുറൻസ് എടുക്കാനായിട്ട് 15,000 രൂപ താഴെ പ്രീമിയം ഉള്ളൂ. 15,000 രൂപ പ്രീമിയം എന്ന് പറയുന്നത് 1 കോടി രൂപയുടെ ഒരു ആവശ്യം നിറവേറ്റാനായിട്ട് ഒരു വർഷത്തിൽ ഒരു 15,000 രൂപ സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ എമൗണ്ട് അല്ല. നമ്മൾ അങ്ങനെ ആലോചിക്കും, 1 കോടി രൂപേനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ 1 കോടി രൂപേനെ നമ്മൾ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 15,000 റുപ്പീസ് കൊടുത്ത് നമ്മൾ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നത്. അപ്പോൾ ഈ 1 കോടി രൂപ ഒന്നെങ്കിൽ ഈ ആളുടെ കയ്യിൽ 1 കോടി രൂപ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ഇൻഷുറൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ലെന്ന് വിചാരിക്കാം. 1 കോടി രൂപയുടെ വെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മുടക്കുന്ന തുക ഇതിൻ്റെ ബാങ്ക് ഇൻട്രസ്റ്റ് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. ഇതിപ്പോൾ പ്രായം കുറഞ്ഞ ആളായതുകൊണ്ടാണ്. പ്രായം കുറച്ചിലും കൂടുതലുള്ള ആളാണെങ്കിലും പല സാഹചര്യത്തിലും നമ്മുടെ ഇൻഷുറൻസ് കവറേജിൻ്റെ ആ തുകയുടെ ഇൻട്രസ്റ്റിൻ്റെ കോസ്റ്റ് പോലും ആവത്തില്ല ഇൻഷുറൻസിൻ്റെ ഒരു പ്രീമിയം എന്ന് പറയും. ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് അങ്ങനെയാണ്. പിന്നെ നമുക്ക് അറിയാൻ പറ്റും ഏത് പ്രായത്തിലുള്ള ആളുകൾക്ക് ഇപ്പോൾ ഇൻഷുറൻസ് അവൈലബിൾ ആണ്, എന്ത് കവറേജ് വേണമല്ലോ, പ്രഗ്നൻസി ഉൾപ്പെടെയുള്ള കവറേജ്, അല്ലെങ്കിൽ മറ്റേ ഡെൻ്റൽ കവറേജ്, ഡേ കെയർ കവറേജ്, വിദേശ രാജ്യങ്ങളിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ അതിനുള്ള ഇൻഷുറൻസ് കവറേജ്, അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നമ്മൾ പോയി ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള ഇൻഷുറൻസ് കവറേജ്, അങ്ങനെ വൈഡ് റേഞ്ചായിട്ടുള്ള കവറേജുകൾ ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ അവൈലബിൾ ആണ്. അതുമാത്രമല്ല ഒരു വർഷത്തിൽ ക്ലെയിം ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റുകൾ അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുക, അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് ഇപ്പോഴത്തെ ഹെൽത്ത് ഇൻഷുറൻസിൽ അവൈലബിൾ ആണ്. ഇതെല്ലാം നമുക്ക് നമ്മുടേതായ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ കിട്ടുന്ന കുറേ അഡ്വാൻറ്റേജസ് ആണ്. ഹെൽത്ത് ഇൻഷുറൻസായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ സന്ദർശിച്ചിട്ട് വീഡിയോസ് കാണാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലോട്ട് ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇൻഷുറൻസും ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.